നമസ്കാരം സുഹൃത്തുക്കളെ. Congress party leader. Yeah. So, did you any discussion regarding Kerala election? No, I am the party of the IUMN. We are the coalition in the Kerala. So DKG is for a long time. So discussion nothing to politics, only friendly. Sir, we went to Delhi. We had a very good discussion with the High Command also. I don't know. I don't know. That's not my matter. That's not my no. ഇത് പി കെ ബഷീർ, നമ്മുടെ പുതിയ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഇദ്ദേഹത്തിൻ്റെ ഭാഷയുടെ പേരിൽ ഇദ്ദേഹത്തെ പരിഹസിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പകരം ഞാൻ ഇദ്ദേഹത്തിനെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഞാൻ കണ്ടപ്പോൾ ഇദ്ദേഹത്തിനെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇത് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നത്. ഇദ്ദേഹത്തിനോട് പ്രതികരണം ആരായുന്നത് ഒരു ദേശീയ മാധ്യമം തന്നെയാണ്. പക്ഷേ അവരോട് മറുപടി പറയാൻ, തൻ്റെ പരിമിതമായിട്ടുള്ള ഇംഗ്ലീഷ് അറിവ് വെച്ചിട്ട് മറുപടി പറയാൻ അദ്ദേഹം തൻ്റെ ഇടം കാണിച്ചു എന്നതിനെ ആദ്യം തന്നെ അഭിനന്ദിക്കുന്നു. ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ് എന്ന് പറയാനുള്ള കാരണം, അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ അതിൻ്റെ സത്യവാങ്മൂലത്തിൽ കൃത്യമായിട്ടും വെച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. അദ്ദേഹം വെറും 10ാം ക്ലാസ്സുകാരനാണ്. കേരളത്തിൽ 10ാം ക്ലാസ് മാത്രം വരെ പഠിച്ച ഒരു ആൾക്ക് ഇംഗ്ലീഷൊന്നും സംസാരിക്കാൻ പറ്റില്ല എന്ന് ഏതൊരാൾക്കും അറിയാം. നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം അതാണ് ഇതാണ് എന്നൊക്കെ എത്ര കൊട്ടിക്കൊഴിച്ചാലും ശരി, 10ാം ക്ലാസ് മാത്രം പഠിച്ച ഒരാൾക്ക് ഇവിടെ അത് വെച്ചുകൊണ്ട് ഇംഗ്ലീഷൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഒരുപക്ഷേ ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിൽ പറ്റിയേക്കും. പക്ഷേ അദ്ദേഹം പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയത്തിലൊന്നുമില്ല. അദ്ദേഹം പരമാവധി 10ാം ക്ലാസ് വരെ മാത്രമേ പോയിട്ടുള്ളൂ. പാസ്സായി കാണത്തില്ല. പാസ്സായിരുന്നെങ്കിൽ ഒരു പക്ഷേ അന്നത്തെ ഒരു രീതി വെച്ചിട്ട് പ്രീ ഡിഗ്രി എങ്കിലും പോയേനെ. ഇത് 10ാം ക്ലാസ് മാത്രമേ കാണുന്നുള്ളൂ. അത് വെച്ചിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിനൊന്നും മിണ്ടാതെ ഒഴിഞ്ഞു പോകാമായിരുന്നു. എന്നിട്ടും അദ്ദേഹം മറുപടി കൊടുത്തു. ഇനി ഇദ്ദേഹത്തിനെയും ചിന്താ ജെറോമിനെയും റഹീമിനെയൊക്കെ വെച്ചിട്ട് അവരുടെയൊക്കെ ഇംഗ്ലീഷ് ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട് പലരും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഇതൊരു അവസരമായി കണ്ടിട്ട് പി കെ ബഷീറിനെയും ഇതേപോലെ പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു വലിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പി കെ ബഷീർ അവരെ പോലെ വ്യാജമായിട്ടെടുത്ത LLBയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ PGയോ ഒന്നും വെച്ചിട്ടല്ല, ഡോക്ടറേറ്റോ ഒന്നും വെച്ചിട്ടല്ല നടക്കുന്നത്. അദ്ദേഹം വെറും 10ാം ക്ലാസ്സാണ് എന്ന് അദ്ദേഹത്തിന് പറയാൻ മടിയൊന്നുമില്ല. അപ്പോൾ ആ ഒരു 10ാം ക്ലാസ്സുകാരൻ ഇങ്ങനെ പറഞ്ഞത് അത് തന്നെ വലിയ കാര്യം. മറ്റവരങ്ങനെയല്ല. അവർ വലിയ ബിരുദങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്നു. ഡോക്ടറേറ്റും LLBയും ഡിപ്ലോമയും എല്ലാം എടുത്ത് വെച്ചിട്ട് ഇംഗ്ലീഷ് പറയുമ്പോഴാണ് അതിനെ നമ്മൾ പരിഹസിക്കുന്നത്. പക്ഷേ പി കെ ബഷീറിൻ്റെ കേസിൽ അങ്ങനെയല്ല. പക്ഷേ ഇതിന് മറ്റൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ ഒരു മന്ത്രി ദേശീയ മാധ്യമങ്ങളോട് ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ പൊതുവെ കേരളത്തെ പറ്റിയുള്ള മറ്റുള്ളവരുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? ഇവിടെ കുറച്ച് വിദ്യാഭ്യാസ നിലവാരം കൂടുതലുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ്. അവിടെ നമുക്കൊരു തട്ടുകേട് പറ്റും. അപ്പോൾ അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കും. ഇവിടുത്തെ ഒരു മന്ത്രി പോലും ഇങ്ങനെയാണ് പുള്ളിയുടെ ഇംഗ്ലീഷ് നിലവാരമെന്നും അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ, അല്ല ബയോ അവർ പരിശോധിച്ചാൽ അദ്ദേഹം വെറും 10ാം ക്ലാസ്സുകാരനാണ് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ, ഈ 100% ലിറ്ററസിയുള്ള കേരളത്തിൽ കേവലം ഒരു 10ാം ക്ലാസ്സുകാരൻ മന്ത്രിയായിരിക്കുന്നു എന്നൊക്കെ ചോദ്യം വരും, സംശയം വരും. ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഒരു ചെറിയൊരു നെഗറ്റീവ്. അല്ലാതെ ഞാൻ ഈ വിഷയത്തിൽ പി കെ ബഷീറിനെ പരിഹസിക്കാനേ പോകുന്നില്ല. 10ാം ക്ലാസ്സുകാരനായിട്ടുള്ള പി കെ ബഷീർ എന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അത്രയെങ്കിലും ഇംഗ്ലീഷ് പറഞ്ഞല്ലോ എന്നാണ് നമ്മൾ കരുതേണ്ടത്. മറിച്ച് ഈ ആനുകൂല്യം ചിന്താ ജെറോമിനോ അല്ലെങ്കിൽ റഹീമിനോ ഒന്നും കൊടുക്കേണ്ട കാര്യമേ ഇല്ല. കാരണം അതിനുള്ള സംഗതി അവർ തന്നെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്.